ചാപ്റ്റർ 14 ആണ്. നിങ്ങളുടെ ചിലപ്പോ ചില ടെക്സ്റ്റിൽ നമ്പർ മാറിയായിരിക്കും കിടക്കുന്നത്. 12 എന്നായിരിക്കും കിടക്കുന്നത് കേട്ടോ. പേര് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. പേര് നോക്കിയിട്ട് എടുക്കണേ. ഓക്കെ. യെസ്, എന്താ പറഞ്ഞത്? പേജ് നമ്പർ 58. ടീച്ചർക്ക് പേജ് PDF ഇതിൽ പേജ് നമ്പർ കാണാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ളവർ നോക്കിയിട്ട് ഒന്ന് മെസ്സേജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ അവര് നോക്കി പേജ് എടുത്തോളും. ഓക്കെ. യെസ്, അപ്പൊ ഓരോ സർജറിയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും എന്താ അവിടുത്തെ തിയേറ്റേഴ്സിലെ എല്ലാ എക്യുപ്മെന്റ്സുകളും എല്ലാ സംവിധാനങ്ങളും വരുന്നുണ്ട്. അപ്പൊ ഓരോന്നും എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് പോയിന്റ് നോക്കി. The operating table in the center of the room should be able to rise lower tilt in any direction. The operating table in the center of the room should be able to rise lower tilt in any direction. ഓപ്പറേഷൻ റൂമിൽ ടേബിൾ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്? അഡ്ജസ്റ്റബിൾ ആയിരിക്കും അല്ലെ? അത് സെന്ററിൽ നിന്ന് അഡ്ജസ്റ്റബിൾ ആയിരിക്കും. അതായത് ഏത് ഡയറക്ഷൻസിലേക്ക് പൊസിഷനിങ് ചെയ്യാനായിട്ടുള്ള സംവിധാനത്തിലായിരിക്കും അത് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് അല്ലെ? ഏത് പൊസിഷൻസിലേക്കും അത് ഏത് ഡയറക്ഷൻസിലേക്ക് ഇത് മാറ്റുന്നതിനായിട്ട് അല്ലെ? ഓക്കെ. യെസ്, അപ്പൊ ഒരു പ്രത്യേക ഏരിയയിലായിരിക്കും എന്താ ഈ ഒരു ടേബിള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് ഏത് മുകളിലേക്ക് ഉയർത്തുന്നതിനും താഴ്ത്തുന്നതിനൊക്കെയുള്ള രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും അതിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. ഓക്കെ. കൃത്യമായിട്ട് ഏത് ഡയറക്ഷൻസിലേക്ക് നമുക്ക് പൊസിഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമായിരിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലെ ടേബിൾസിന് തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ. The operating table in the center of the room should be able to rise lower tilt in any direction. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിയേറ്ററിന് എവിടെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്പറേഷൻ ടേബിൾ സെന്റർ അല്ലെ? സെന്റർ ഓഫ് ദ റൂമിലായിരിക്കുള്ളൂ ടേബിൾ ഉണ്ടായിരിക്കുക. ഓക്കെ. തിയേറ്റർ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും. യെസ്. ഓക്കെ. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കിയേ. The operating room lamps allow for brilliant illumination without shadows in the case of surgery. Operating room lamps allow for brilliant illumination without shadow in the case of surgery. എങ്ങനെയായിരിക്കും തിയേറ്റേഴ്സിലുള്ള ലൈറ്റനിങ്? എങ്ങനെയായിരിക്കും? ഏത് രീതിയിലായിരിക്കും? വലിയ വെളിച്ചമായിരിക്കും ഉണ്ടായിരിക്കുക. ഇങ്ങനെയായിരിക്കും ബ്രില്യന്റ് അല്ലെ? ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്സ് ആയിരിക്കും അല്ലെ? നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് സംവിധാനമായിരിക്കുള്ളൂ ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ ഉണ്ടായിരിക്കും അല്ലെ? നല്ല ലൂമിനസ് ആയിരിക്കും, തിളക്കമാർന്ന റൂംസുകളായിരിക്കും. ഓക്കെ. അപ്പൊ ഇത്തരം ബ്രൈറ്റനിങ് ആയിട്ടുള്ള ലാംപ്സുകൾ എന്തിനു വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്? ഷാഡോസ് റെഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ലൈറ്റ്നിങ് ആയിരിക്കും. അതായത് ഷാഡോസ് സർജറി ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സിന് ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഷാഡോസ് വരാതിരിക്കുന്നത്, അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കും എന്ത് ആ ലൈറ്റ്നിങ് സംവിധാനം, ആ ഇലുമിനേഷൻ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. യെസ്. വിത്തൗട്ട് ഷാഡോസ് ഇൻ ദ കേസ് ഓഫ് സർജറി. നിഴൽ വരാതിരിക്കാൻ അല്ലെ? ഷാഡോസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലെ ബ്രില്യന്റ് ആയിട്ടുള്ള ലൈറ്റ്നിങ് സംവിധാനം OT-യിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. Okay. The operating room lamps allow for brilliant illumination without shadows in the case of surgery. Okay. Then patient will be linked to different monitors that keep track of vital signs. These consist of your heart rate and blood pressure. Then patient will be linked to different monitors. നമ്മള് മോണിറ്റേഴ്സിന് എക്യുപ്മെന്റ്സ് പഠിച്ച സമയത്ത് പേഷ്യന്റ് മോണിറ്റേഴ്സിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് പേഷ്യന്റ് മോണിറ്റേഴ്സ്? കീപ് ട്രാക്ക് ഓഫ് വൈറ്റൽ സയൻസ് അല്ലെ? പേഷ്യന്റിന്റെ വൈറ്റൽ സയൻസുകൾ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? അല്ലെങ്കിൽ ആ ബയോമെട്രിക്കൽ വാല്യൂസ് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് പേഷ്യന്റ് മോണിറ്റേഴ്സ് പേഷ്യൻസുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിൽ നിന്ന് എന്താണ് എല്ലാ പേഷ്യൻസിന്റെ ഓരോ ആ സമയത്ത് ഏതൊക്കെ എങ്ങനെയാണ് ഇത് കണ്ടീഷൻസ് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും അല്ലെ? പ്രത്യേകിച്ച് ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, സാച്ചുറേഷൻ, ബോഡി ടെമ്പറേച്ചർ, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് എന്താണ് ആ മോണിറ്ററിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അല്ലെ? കൃത്യമായിട്ട് റെക്കോർഡ് ആവുന്നുണ്ടായിരിക്കും.
ഓക്കെ, അപ്പൊ ഇതെല്ലാ തിയേറ്റേഴ്സിലും എന്താണ് അവൈലബിൾ ആയിരിക്കും. പേഷ്യന്റ് വിൽ ബി ലിങ്ക്ഡ് ടു ഡിഫറെന്റ് മോണിറ്റേഴ്സ്. അപ്പൊ പല മോണിറ്റേഴ്സ് ആയിട്ട് ഇത് കണക്റ്റഡ് ആയിരിക്കും. പേഷ്യന്റിന്റെ കണ്ടീഷൻസ് അനുസരിച്ച് ഇത് കണക്റ്റഡ് ആയിരിക്കുള്ളൂ പല മോണിറ്റേഴ്സ് ആയിട്ട്. ദെൻ കീപ് ട്രാക്ക് ഓഫ് വൈറ്റൽ സൈൻസ്. പേഷ്യൻസിന്റെ വൈറ്റൽ സയൻസുകൾ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ മോണിറ്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്, തേർഡ് പോയിന്റ് വരെ ക്ലിയർ ആണോ? അപ്പോ ഇതിങ്ങനെ പേഷ്യന്റ് മോണിറ്റേഴ്സ് കണക്ട് ചെയ്യുന്നതിന്റെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഒന്ന് നിങ്ങൾ പറഞ്ഞേ. എന്താണ് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോ എന്തായിരിക്കാം? ഇപ്പൊ പേഷ്യന്റ് ഇപ്പൊ കോൺഷ്യസ് ആയിരിക്കുന്ന പേഷ്യന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ ചില സമയത്ത് എന്തെങ്കിലും സ്ട്രെസ് മൂലം എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ആ പേഷ്യൻസിന്റെ ആ കണ്ടീഷൻ മോശമാകുന്നതിൽ ഉടനെ തന്നെ നമുക്ക് എന്താണ് ആ മോണിറ്ററിൽ അത് കൃത്യമായിട്ട് അത് കാണിക്കുന്നത്, ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ സാധിക്കും. എത്രയും പെട്ടെന്ന് ആൾക്ക് പെട്ടെന്ന് തന്നെ എന്താണ് ആ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് നമുക്ക് ആ വേരിയേഷൻ കാണിക്കുന്നതിലൂടെ നമുക്ക് എത്രയും പെട്ടെന്ന് എന്താണ് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെ അത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പേഷ്യന്റ് ചിലപ്പോൾ സ്ട്രെസ് മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടീഷൻ മൂലം എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസ് വന്നിരിക്കാം അല്ലെ. ഓക്കെ, അപ്പൊ അത് നമുക്ക് ആ ഡിസ്പ്ലേയിൽ നിന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഓക്കെ, യെസ്. അടുത്തത് എന്താണ്? നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. എ വെന്റിലേറ്റർ ഓർ breathing machine stands close to the head of the operating table. If the procedure is done under general anesthesia, a ventilator will breathe for you in the course of the procedure, moving oxygen and air in out of your lungs. ഇനി തിയേറ്ററിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് എന്ത് നമുക്കറിയാം അല്ലെ, വെന്റിലേറ്റർ എന്ന് പറയുന്നത്. യെസ്, എന്തിനു വേണ്ടിയിട്ടാണത്? അത് ഓപ്പറേറ്റിംഗ് ടേബിളിന്റെ തൊട്ടടുത്ത് തന്നെയായിരിക്കും എന്താ വെന്റിലേറ്റർ സംവിധാനം സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക അല്ലെ. ഓപ്പറേഷൻ ടേബിളിന്റെ തൊട്ടടുത്ത്, ക്ലോസ് ടു ദ ഹെഡ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് ടേബിൾ. ഓപ്പറേറ്റിംഗ് ടേബിളിന്റെ തൊട്ടടുത്ത് തന്നെയായിരിക്കും എന്താ വെന്റിലേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ജനറൽ അനസ്തേഷ്യ കൊടുത്ത് സാധാരണ മേജർ സർജറി ചെയ്യുമ്പോഴാണ് എന്ത് ഈ വെന്റിലേറ്റർ കൂടുതലായിട്ട് എന്താണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അല്ലെ. ചിലപ്പോൾ മേജർ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്താണ് എന്താ ആ വെന്റിലേറ്റർ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കും. ഇപ്പൊ പേഷ്യൻസിന്റെ കണ്ടീഷൻ എപ്പോ വേണമെങ്കിലും മാറാം അല്ലെ, നമുക്ക് പറയാൻ പറ്റില്ല, പ്രിഡിക്റ്റബിൾ അല്ല പേഷ്യൻസിന്റെ കണ്ടീഷൻസ് ഒരിക്കലും അല്ലെ. അപ്പൊ എത്രയും പെട്ടെന്ന് എന്താണ് വെന്റിലേറ്റർ ആവശ്യമായി വന്നേക്കാം. ഇനി അപ്പൊ എന്തിനാണ് ഈ വെന്റിലേറ്റർ നമ്മൾ കൊടുക്കുന്നത്? പേഷ്യൻസിന് സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ടുള്ള ആ ഒരു സാധ്യതയില്ല അല്ലെ, സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലാത്തത് കൊണ്ട് അതൊരു മെഷീനാണ് അത് ഏറ്റെടുക്കുന്നത് അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് എന്താ വെന്റിലേറ്റർ സംവിധാനം അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ പേഷ്യന്റിന്റെ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വെന്റിലേറ്റേഴ്സ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. യെസ്, ഇനി ഇപ്പൊ നമ്മളിപ്പോ ജനറൽ സർജറി എന്നൊക്കെ പറഞ്ഞപ്പോ ജനറൽ സർജറി എന്ന് പറയുമ്പോ ഏതൊക്കെയാണ് വരുന്നത് ജനറൽ സർജറിയില് അറിയാമോ നിങ്ങൾക്ക്? ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന സർജറീസ് ഏതൊക്കെയാണ്? കാർഡിയാക് സർജറി, അതുപോലെ ബ്രെയിൻ സർജറി, ഇതിലൊക്കെ എന്താണ് ജനറൽ അനസ്തേഷ്യ ആയിരിക്കും കൊടുക്കുന്നത് അല്ലെ. ഓക്കെ, അങ്ങനെയുള്ളതിനാണ് ജനറൽ ആയിട്ടുള്ള അനസ്തേഷ്യ കൊടുക്കുന്നത്. സിസേറിയൻ, ബൈപ്പാസ്, അങ്ങനെ ജനറൽ ആയിട്ടുള്ള സർജറി, മേജർ സർജറീസിനൊക്കെയാണ് എന്ത് ജനറൽ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഡെലിവറി ടൈമിൽ കൊടുക്കുന്ന അനസ്തേഷ്യ ഏതാണെന്ന് അറിയാമോ? ഡെലിവറി ടൈമിൽ കൊടുക്കുന്ന അനസ്തേഷ്യ അറിയാമോ? ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. എപ്പിഡ്യൂറൽ അനസ്തേഷ്യ ആണ് കേട്ടോ. ഡെലിവറി ടൈമിൽ കൊടുക്കുന്ന അനസ്തേഷ്യ ആണ് എപ്പിഡ്യൂറൽ, EPIDURAL, എപ്പിഡ്യൂറൽ അനസ്തേഷ്യ. എപ്പിഡ്യൂറൽ ഒന്ന് അറിഞ്ഞിരിക്കാൻ പറയുന്നതാണ് കേട്ടോ. EPIDURAL, എപ്പിഡ്യൂറൽ അനസ്തേഷ്യ. അതായത് ഇത് ഡെലിവറി ടൈമിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ പേഷ്യന്റ് കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന സമയത്ത് കൊടുക്കുന്നതാണ് എന്താ എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. അപ്പൊ പേഷ്യന്റ് കോൺഷ്യസ് ആയിരിക്കും. അപ്പൊ എന്താണ് ആൾക്ക് വേദന അറിയില്ല.
ജനറൽ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? പേഷ്യന്റ് കോൺഷ്യസ് ആകുമ്പോഴാണോ ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നത്? ജനറൽ അനസ്തേഷ്യ എങ്ങനെയായിരിക്കും? അൺകോൺഷ്യസ് ആയിരിക്കുമ്പോഴാണ് അല്ലെ? അൺകോൺഷ്യസ് ആയിരിക്കുമ്പോഴാണ് അത് ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നത്. എപ്പിഡ്യൂറൽ എന്ന് പറയുമ്പോൾ പേഷ്യന്റ് കോൺഷ്യസ് ആയിട്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഡെലിവറി ടൈമിലൊക്കെ കൊടുക്കുന്നതാണ് എന്ത്? എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഓക്കെ. ഒന്ന് പറഞ്ഞെന്നുള്ള ആ ഭാഗം പറഞ്ഞപ്പോ പറഞ്ഞോളൂ അല്ലെ? യെസ്. അപ്പൊ വെന്റിലേറ്റർ ഒരു ഓപ്പറേഷൻ ടേബിളിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും എന്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. യെസ്. നെക്സ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? Jam-free instruments to be used during surgery. Jam-free instruments to be used during surgery. എങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ഒരു സർജറി സമയത്ത് ഉപയോഗിക്കുന്നത്? അണുവിമുക്തമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് അല്ലെ? അണുവിമുക്തമായിട്ടുള്ള ഉപകരണങ്ങളാണ് സർജറിയുടെ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. ജാം ഫ്രീ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് இந்த സർജറി ടൈമിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, next, a diathermy machine to control bleeding usually is present. A diathermy machine to control bleeding usually is present. What is diathermy machine? എന്തിനാണ് diathermy machine ഉപയോഗിക്കുന്നത്? To control ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് എന്താണ് ഡയാതർമി മെഷീൻ എന്ന് പറയുന്നത്. ചെറിയൊരു പേനയുടെ വലുപ്പമാണ്, അതൊരു പെന്നിന്റെ വലുപ്പമാണോ? നിങ്ങൾക്ക് പിക്ചർ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഡയാതർമി മെഷീൻ എന്ന് പറയുമ്പോൾ അതിൽ ഇമേജസ് വരുന്നതാണ് കേട്ടോ. ഒന്ന് കാണണം എന്നുള്ളവർക്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. യെസ്, ഡയാതർമി മെഷീൻസുകൾ ഉപയോഗിക്കുന്നത്. ഒരു ചെറിയൊരു ഡിവൈസ് ആണ്, പേനയുടെ അത്ര വലിപ്പമുള്ളതിന് വരുന്നത് കേട്ടോ. അതൊരു ചെറിയൊരു ഡിവൈസസ് ആണ്. എന്താണ് അപ്പൊ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ മുറിവുകളിൽ നിന്നുള്ള ബ്ലീഡിങ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. എന്തുകൊണ്ട്? ഈ ഡയാതർമി മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട്. ഇത്രയും പഠിക്കാം. എന്താണ്? ടു കൺട്രോൾ ബ്ലീഡിങ്. ഡയാതർമി മെഷീൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ടു കൺട്രോൾ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് എന്ത്? ഡയാതർമി മെഷീൻ എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ഉള്ളവരാണെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവാട്ടോ. യെസ്, if the surgery requires it, a heart-like machine or other specialized tool may be brought into the room. If the surgery requires it's a heart-like machine or other specialized tool may be brought into the room. എന്താണ്? അതായത് ഒരു സർജറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും എവിടെ ഉണ്ടായിരിക്കും? ഒരു OT-യിൽ ഉണ്ടായിരിക്കും അല്ലെ? ഒരു ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് എന്താ? ഹാർട്ട് ലൈൻ മെഷീൻസ് അല്ലെ? ഹാർട്ട് ലൈൻ മെഷീൻസ്. അതായത് എന്താണ് ഹാർട്ട് ലൈൻ മെഷീൻസ് എന്ന് പറയുന്നത്? പ്രത്യേകിച്ച് കാർഡിയാക് സർജറി നടക്കുന്ന സമയത്ത് അതിന്റെ, അതായത് പേഷ്യന്റിന്റെ ലങ്സിന്റെ പ്രവർത്തനങ്ങൾ, പേഷ്യൻസിന്റെ ഹാർട്ടിന്റെയും ലങ്സിന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് ആരാണ്? ഈ ഹാർട്ട് ലൈൻ മെഷീൻസ് ആണ് അല്ലെ? ഓക്കെ, അപ്പൊ പേഷ്യൻസിന്റെ, അതായത് ഒരു സർജറി നടക്കുന്ന സമയത്ത് എന്താണ് പേഷ്യൻസിന് എന്താണ് അതിന്റെ ലങ്സിന്റെയും ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ ശരിയായി നടക്കണമെന്നില്ല. അപ്പൊ ആ പ്രവർത്തനങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്തത്, അതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നത് ആരാണ്? ഹാർട്ട് ലൈൻ മെഷീൻസ് ആണ്. ഓക്കെ, അതർ സ്പെഷ്യലൈസ്ഡ് ടൂൾസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അതർ സ്പെഷ്യലൈസ്ഡ് ടൂൾസ് എന്ന് പറയുമ്പോ അവിടെ മറ്റെന്ത് ഉപകരണങ്ങൾ, സ്പെഷ്യൽ ആയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ എന്തായിരിക്കും? മറ്റ് ടൂൾസുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെയോ ഉണ്ടാവാം? ഹാർട്ട് ലൈൻസ് മെഷീൻസിനെ കൂടാതെ മറ്റ് എന്ത് സ്പെഷ്യലൈസ്ഡ് ടൂൾസുകൾ ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ ഉണ്ടായിരിക്കും? ഏതൊക്കെയായിരിക്കാം? എക്സ്റേ ഉണ്ടായിരിക്കും അല്ലെ? പോർട്ടബിൾ ആയിട്ടുള്ള എക്സ്റേ ഉണ്ടായിരിക്കും. ഓക്സിജൻ തെറാപ്പി ടൂൾസ് ഉണ്ടായിരിക്കും. പിന്നെന്താണ്? ECG മെഷീൻസ്, BP അപ്പാരറ്റസ് തുടങ്ങി മറ്റെല്ലാ സ്പെഷ്യലൈസ്ഡ് ടൂൾസുകളും അതിൽ വരുന്നുണ്ട് അല്ലെ? എല്ലാ കാര്യം ECG വരുന്നുണ്ട്, പോർട്ടബിൾ എക്സ്റേ വരുന്നുണ്ട്, മറ്റ് എല്ലാ സർജറിക്കലായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ് ടൂൾസുകളും എന്താണ്?
സർജറിയുടെ ആവശ്യഘട്ടത്തില് ആ ഒരു OT-യില് ഉണ്ടായിരിക്കുന്നതാണ്. Okay. If the surgery requires a heart-lung machine or other specialized tool may be brought into the room. അതായത് ഒരു സർജറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡിവൈസസുകളും എല്ലാ ടൂൾസുകളും എന്താണ് ഓപ്പറേഷൻ റൂംസിൽ ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒരു ഹാർട്ട് ലങ് മെഷീൻ എന്താണ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഒരു കാർഡിയാക് സർജറി ഒക്കെ നടത്തുന്ന സമയത്ത് പേഷ്യൻസിന്റെ ഹാർട്ടിന്റെയും ലങ്സിന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടക്കുന്നത് ആരാണ്? ഹാർട്ട് ലങ് മെഷീൻസുകളാണ്. അത് കൂടാതെ തന്നെ എന്തുകൂടി ഉണ്ടാകും? സ്പെഷ്യലൈസ്ഡ് ടൂൾ കൂടി തിയേറ്ററിൽ ഉണ്ടാവും. സ്പെഷ്യലൈസ്ഡ് ടൂൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പോർട്ടബിൾ എക്സ്റേ, ECG, BP apparatus തുടങ്ങി മറ്റ് ടൂൾസുകളെല്ലാം തന്നെ അതിൽ ഉൾപ്പെടുന്നവയാണ്. ഓക്കെ, യെസ്. Then last point എന്താണ്? The operating room will likely be called to reduce bacterial growth. The operating room will likely be called to reduce bacterial growth. എങ്ങനെയായിരിക്കുള്ളൂ ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത്? എങ്ങനെയുള്ള ടെമ്പറേച്ചർ ആയിരിക്കുള്ളൂ? കൂൾ ടെമ്പറേച്ചർ അല്ലെ, കോൾഡ് ആയിട്ടുള്ള തണുത്ത അന്തരീക്ഷമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക, തിയേറ്റേഴ്സിൽ ഉണ്ടായിരിക്കും അല്ലെ. കോൾഡ് ടെമ്പറേച്ചർ ആയിരിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് റെഡ്യൂസ് ബാക്ടീരിയൽ ഗ്രോത്ത് അല്ലെ. ബാക്ടീരിയൽ ഗ്രോത്ത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ എയർ കണ്ടീഷനിങ് ചെയ്തിരിക്കുക അല്ലെ. എയർ കണ്ടീഷണർ AC ആയിരിക്കും എവിടെ ഉണ്ടായിരിക്കുക? തിയേറ്റേഴ്സിൽ ഉണ്ടായിരിക്കുക. യെസ്, എന്തിനു വേണ്ടിയിട്ടാണ്? റെഡ്യൂസ് ബാക്ടീരിയൽ ഗ്രോത്ത്. ബാക്ടീരിയൽ ഗ്രോത്ത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് കോൾഡ് ടെമ്പറേച്ചർ ഓപ്പറേഷൻ റൂംസിൽ നിലനിർത്തുന്നത്. Okay. Operating room will likely be called to reduce bacterial growth. അല്ല, എപ്പോഴും ഒരു ജെം ഫ്രീ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മൾ തിയേറ്റേഴ്സിൽ എന്നും നിലനിർത്തുന്നത്. ഓക്കെ, ഇതിനായിട്ട് എങ്ങനെയുള്ള ഒരു ടെമ്പറേച്ചർ ആയിരിക്കണം? എയർ കണ്ടീഷൻ ചെയ്ത റൂംസുകൾ തന്നെയാണ് എല്ലാ ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ പ്രധാനമായും ഉണ്ടായിരിക്കുക അല്ലെ. അതിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ബാക്ടീരിയൽ ഗ്രോത്ത്. നോക്കാം, ഓരോ പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം കേട്ടോ. അപ്പൊ ഓരോ സർജറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുള്ളൂ ഓരോ റൂംസിലെ തിയേറ്ററിൽ എന്താണ് ഓരോ മെഷീൻസും. അത് ഓരോ സർജറി ഇപ്പൊ ജനറൽ സർജറി നടക്കുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള ഉപകരണങ്ങളും ടെക്നിക്സുകളും ആയിരിക്കുള്ളൂ. അതുപോലെ തന്നെ എന്താണ് മൈനർ സർജറി നടക്കുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങളായിരിക്കുള്ളൂ. തിയേറ്റേഴ്സ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും, എങ്കിലും എന്താണ് ഓരോ സർജറിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുള്ളൂ അവിടുത്തെ ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കുക. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? ഓപ്പറേഷൻ ടേബിൾ എങ്ങനെയായിരിക്കും എന്നാണ് പറഞ്ഞത്. ഓപ്പറേഷൻ ടേബിൾ എങ്ങനെയായിരിക്കും എന്നാണ് പറഞ്ഞത്? ഓപ്പറേറ്റിംഗ് ടേബിൾ ഇൻ ദ സെന്റർ ഓഫ് ദ റൂം അല്ലെ. ഓപ്പറേഷൻ ടേബിള് സെന്റർ ഓഫ് ദ റൂമിലായിരിക്കും സെന്ററിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് പൊസിഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഏത് ഡയറക്ഷൻസിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിലായിരിക്കും ഉയർത്താനും താഴ്ത്താനും ഒക്കെ ഉള്ള ഒരു സംവിധാനങ്ങൾ ഓപ്പറേറ്റിംഗ് ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. യെസ്, എവിടെയായിരിക്കും അത്? സെന്റർ ഓഫ് ദ റൂമിലാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്താണ്? ഓപ്പറേറ്റിംഗ് റൂംസ് എങ്ങനെയാണ്? ബ്രില്യന്റ് ഇലൂമിനേഷൻ ആണ് അല്ലെ. ബ്രില്യന്റ് ഇലൂമിനേഷൻ ആണ്. യെസ്, വിത്ത് ഷാഡോസ് ഇൻ ദ കേസ് ഓഫ് സർജറി. എന്താണ്? ഓപ്പറേറ്റിംഗ് റൂംസ് അലോസ് ഫോർ ബ്രില്യന്റ് ഇലൂമിനേഷൻ അല്ലെ. ഷാഡോസ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ ബ്രില്യന്റ് ഇലൂമിനേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. സർജറിയുടെ സമയത്ത് ഷാഡോസ് ഉണ്ടാവാനായിട്ട് പാടുള്ളതല്ല അല്ലെ. അപ്പൊ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ ബ്രില്യന്റ് ഇലൂമിനേഷൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. യെസ്, വിത്തൗട്ട് ഷാഡോസ്. തേർഡ് പോയിന്റ് എന്താണ്? Patient will be linked to different monitors that keep track of vital signs. അല്ലെ, പേഷ്യന്റ് ഡിഫറെന്റ് മോണിറ്റേഴ്സ് ആയിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. അവരുടെ വൈറ്റൽ സൈൻസ് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്റെ പേഷ്യൻസ് ഓരോ മോണിറ്റേഴ്സ് ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിൽ എന്തൊക്കെ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്? ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, എക്സെട്ര. ഓക്കെ, then fourth point എന്താണ്? ഒരു മിനിറ്റ്.
യെസ്. Okay, fourth point എന്താണ്? A ventilator or breathing machine stands close to the head of the operating table. അല്ലെ, ഓപ്പറേറ്റിംഗ് ടേബിളിൽ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും എന്താ വെന്റിലേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഏതൊരു സമയത്താണ്? If the procedure is done under general anesthesia, a ventilator will breathe for you in the course of the procedure, moving oxygen air in and out of your lungs. അപ്പോ എന്താണ്, ഈ ജനറൽ അനസ്തേഷ്യ നടക്കുന്ന സമയത്ത് എന്താണ്, പേഷ്യൻസിന് സ്വന്തമായിട്ട് എന്താണ് ബ്രീത്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിന് ആ പേഷ്യന്റിന്റെ ആ ഒരു പ്രക്രിയ ഏറ്റെടുക്കുന്നത് ആരാണ്? ബ്രീത്തിങ് പ്രക്രിയ ഏറ്റെടുക്കുന്നത് ആരാണ്? വെന്റിലേറ്റേഴ്സ് ആയിരിക്കും കേട്ടോ. യെസ്. പ്രത്യേകിച്ച് എന്താണ് ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ എന്താണ് ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ മേജർ സർജറി ചെയ്യുന്ന സമയത്ത് വെന്റിലേറ്റേഴ്സ് ആവശ്യമായി വന്നേക്കാം. നമുക്ക് പേഷ്യന്റിന്റെ കണ്ടീഷൻസ് എപ്പോഴാണ് മാറുന്നതെന്ന് നമുക്ക് പ്രിഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഒരു ഓപ്പറേഷൻ ടേബിളിന് തൊട്ടടുത്ത് തന്നെയായിട്ട് എന്തുണ്ടായിരിക്കണം? വെന്റിലേറ്റർ സംവിധാനം ഉണ്ടായിരിക്കേണ്ടതാണ്. ജേം ഫ്രീ ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കുള്ളൂ സർജറി ടൈമിൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഡയാതെർമി മെഷീൻ ടു കൺട്രോൾ ബ്ലീഡിങ് യൂഷ്വലി ഈസ് പ്രസന്റ്. അല്ലെ, എന്താണ് ഒരു ഡയാതെർമി മെഷീൻസ് ഉപയോഗിക്കുന്നത്? ഇതിന് വേണ്ടിയിട്ട് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ് എന്ത്? ഡയാതെർമി മെഷീൻ എന്ന് പറയുന്നത്. യെസ്. Then, if the surgery requires it, a heart-lung machine or other specialized tool may be brought into the room. ഇതാണ് ഒരു സർജറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡിവൈസസുകളും ഓപ്പറേഷൻ റൂമിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹാർട്ട്-ലങ് മെഷീൻ. ഹാർട്ട്-ലങ് മെഷീന്റെ ഉപയോഗം എന്തിനു വേണ്ടിയിട്ടാണ്? പ്രത്യേകിച്ച് ഒരു കാർഡിയാക് സർജറിക്ക് നടക്കുന്ന സമയത്ത് പേഷ്യൻസിന്റെ ഹാർട്ടിന്റെയും ലങ്സിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് ആരായിരിക്കും? ഹാർട്ട്-ലങ് മെഷീൻസ് ആയിരിക്കും. അല്ലെ, കൂടാതെ തന്നെ സ്പെഷ്യലൈസ്ഡ് ടൂൾസുകളും തിയേറ്റേഴ്സിൽ ഉണ്ടായിരിക്കും. ECG അല്ലെങ്കിൽ എന്താണ് ECG, എപ്പാറ്റസ്, എക്സ്റേ, പോർട്ടൽ എക്സ്റേ ഒക്കെ എന്താണ് സ്പെഷ്യലൈസ്ഡ് ടൂൾസുകളിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ. ഓപ്പറേറ്റിംഗ് റൂം വിൽ ബി കോൾഡ് ടു റെഡ്യൂസ് ബാക്ടീരിയൽ ഗ്രോത്ത്. ഓപ്പറേഷൻ ടേബിൾ ഇപ്പൊ എങ്ങനെയായിരിക്കും? എയർ കണ്ടീഷൻ ആയിട്ടുള്ള റൂം ആയിരിക്കും, ഒരു കോൾഡ് ടെമ്പറേച്ചർ ആയിരിക്കും അവിടെ നിലനിർത്തുന്നത്. അവിടെ reduce bacterial growth. അല്ലെ, ബാക്ടീരിയൽ ഗ്രോത്ത് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്തായാലും ആ ഒരു കോൾഡ് ടെമ്പറേച്ചർ അവിടെ നിലനിർത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഒരു സെക്കൻഡ്, ഞാൻ നിങ്ങളുടെ മെസ്സേജ് ഒന്ന് നോക്കിയേക്കട്ടെ, എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? യെസ്. ടിൽറ്റ് എന്നാരാ ചോദിച്ചത്? ടിൽറ്റ് എന്ന് വെച്ചാൽ ചരിവ്. നമുക്ക് എക്സ് പൊസിഷൻ ചെയ്യാന്ന് പറഞ്ഞില്ല, അപ്പൊ മുകളിലേക്ക് ഉയർത്തുന്നതിന് താഴ്ത്തുന്നതിന് സൈഡിലും ചരിവ് എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. ചരിക്കാനൊക്കെ കഴിയുന്നതായിരിക്കും എന്താ ഓപ്പറേഷൻ ടേബിൾ എന്ന് പറയുന്നത്. പൊസിഷൻ ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റബിൾ ആണ്. ടിൽറ്റ് എന്ന് വെച്ചാൽ ചരിവ്. യെസ്, ക്ലിയർ ആണോ പിള്ളേരെ? ഓക്കെ. ഇതിലുണ്ട് ക്ലാസ്സിൽ തന്നെ ചോദിച്ചു പോണോ കേട്ടോ. യെസ്. നമ്മൾ നെക്സ്റ്റ് വരുന്നത് സോണിംഗ് ദ ഓപ്പറേഷൻ തിയേറ്റർ. നെക്സ്റ്റ് ടോപ്പിക് ആണ് സോണിംഗ് ദ ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ. എന്താണ് ഈ സോൺ എന്നൊക്കെ പറയുമ്പോ? എന്താണ് സോൺ? എന്തായിരിക്കാം? ഏരിയാസ് അല്ലെ, ഒരു ഏരിയ എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്ന മേഖല അല്ലെ, എന്ന് പറയാം അല്ലെ. യെസ്, സോൺ എന്ന് പറയും. നോക്കാം. OT സ്യൂട്ട്. OT എന്താന്ന് പറയാലോ, ഓപ്പറേഷൻ തിയേറ്ററിനെ നമ്മൾ ഷോർട്ട് ആയിട്ട് പറയുന്നതാണ് കേട്ടോ. OT suite is a potential source of hospital infection in general and wound infection in particular. The suite should be planned with the aim of reducing the risk of hospital infection being brought into the suite. So, എന്താണ് OT suite എന്ന് അവിടെ പറയുന്നത്? OT suite, അതായത് OT suite is a potential source of a hospital infection in general and wound infection in particular. അതായത് ഈ OT suite, അതായത് OT suite എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂംസുകളാണ്. അതായത്
ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് പടരാതിരിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള റൂംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, OT സ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പരസ്പരം ഇന്റർ, അതായത് ഓരോ റൂംസിൽ നമ്മൾ അതിലേക്ക് വരും, എന്താണെന്ന് പറഞ്ഞുതരാം. ഓരോ സോൺസുകളും എങ്ങനെയായിരിക്കും, ഇന്റർ കണക്റ്റഡ് ആയിരിക്കും അല്ലെ. പ്രത്യേകിച്ച് എന്താണ് അങ്ങനെ കണക്ട് ചെയ്യാൻ കാരണം എന്താണ്, പ്രത്യേകിച്ച് ഒരു ഓപ്പറേഷൻ തിയേറ്റേഴ്സില് എല്ലാ കാര്യങ്ങളും എല്ലാം തന്നെ തൊട്ടടുത്തുണ്ട്. ഒരു റൂം കഴിഞ്ഞ് ഒരു നെക്സ്റ്റ് ഫ്ലോറിൽ ഒരു നെക്സ്റ്റ് റൂം കൊണ്ട് വെക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല അല്ലെ. അപ്പൊ എന്താണ്, പ്രത്യേകിച്ച് കെയർഫുൾ ആയ ഒരു ഏരിയ ആണ് അല്ലെ. അവിടെ യാതൊരു വിധത്തിലും ഇൻഫെക്ഷൻസോ പകരാൻ പാടില്ല. അപ്പൊ അതെല്ലാം കൊണ്ട് തന്നെ എന്താണ്, ഇന്റർ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ റൂംസുകളായിരിക്കും എവിടെ ഉണ്ടായിരിക്കുക, ഓപ്പറേഷൻ റൂംസിൽ ഉണ്ടായിരിക്കും അല്ലെ. എമർജൻസി ആയിട്ട് വരുന്ന കേസസുകൾ നമുക്ക് അറിയാം അല്ലെ. അപ്പൊ എന്താണ്, എല്ലാ റൂംസുകളും ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. യെസ്, അപ്പൊ അങ്ങനെ പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂംസിനെയാണ് നമ്മൾ OT സ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. The suit should be planned with the aim of reducing the risk of hospital infection being brought into the suit. അപ്പൊ ഈ OT സ്യൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നതിന്റെ കാര്യം, അല്ലെങ്കിൽ ഇതിന്റെ സോൺസുകളായിട്ട് തിരിച്ചിരിക്കുന്നതിന്റെ കാര്യം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ്, റെഡ്യൂസിങ് ദ റിസ്ക് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ അല്ലെ. മറ്റു ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് OT ഒരു പ്രത്യേക മേഖലയായിട്ട് നമ്മൾ, ഒരു പ്രത്യേക സോൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെ. ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണത് അല്ലെ. അപ്പൊ മറ്റു തരത്തില് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് മറ്റു ഏരിയയിൽ നിന്ന് നമുക്ക് ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പൊ ആ ഒരു റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ വെൽ പ്ലാൻഡ് ആയിട്ടാണ് OT സ്യൂട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ OT സോണിനെ 4 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ സോണുകൾ നമ്മൾ 4 രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒന്ന് പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ ആൻഡ് ഡിസ്പോസൽ സോൺ. ഇതൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ ആൻഡ് ഡിസ്പോസൽ സോൺ. അങ്ങനെ 4 സോൺസുകളാണ്. നോക്കിയേ, ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് റൂംസ് ആണ് അല്ലെ. എല്ലാം എന്താണ്, ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂംസുകളാണ്. യെസ്. ഇനി OT സ്യൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, OT സ്യൂട്ട് അതിൽ ഏതൊക്കെ വരും, ഈ സോണുകളെ കൂടെ, ഈ സോണിൽ തന്നെ വരുന്ന OT സ്യൂട്ട് പരസ്പരം വരുന്ന റൂമുകൾ ഏതൊക്കെയായിരിക്കും, അപ്പോ എന്തൊക്കെയായിരിക്കും, ഒന്ന് പ്രീ ഓപ്പറേഷൻ റൂം അല്ലെ. ഒന്ന് വരുന്നത് എന്തായിരിക്കും, പ്രീ ഓപ്പറേഷൻ റൂം. ഞാൻ ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് പറയുന്നത് കേട്ടോ, ജനറൽ പ്രിൻസിപ്പിൾസിലേക്ക് വന്നിട്ടില്ല. നമ്മള് OT സ്യൂട്ട് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയായിട്ട് വരുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ആദ്യം എന്താ വരുന്നു, പ്രീ ഓപ്പറേഷൻ റൂം വരുന്നു, ദെൻ ഓപ്പറേഷൻ തിയേറ്റർ, ദെൻ റിക്കവറി റൂം കേട്ടോ. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇത് 3 ഇന്റർ കണക്റ്റഡ് അല്ലേ ഈ റൂംസുകൾ. ആദ്യം ഓപ്പറേഷന് മുമ്പുള്ള റൂം, ദെൻ അത് നടക്കുന്ന പ്ലേസ്, ദെൻ റിക്കവറി റൂം. എന്താണ്, ഇതെല്ലാം നമ്മൾക്ക് വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കോ? ഇല്ല അല്ലെ. ഇന്റർ കണക്റ്റഡ് ആയിരിക്കണം. എന്തുകൊണ്ടാണ്, എമർജൻസി സിറ്റുവേഷൻ ആണ്. എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് സംഭവിക്കാം. അപ്പൊ എല്ലാ എക്യുപ്മെന്റ്സ്, എല്ലാ സംവിധാനങ്ങളും, എല്ലാ സൗകര്യങ്ങളും ഉള്ളിടത്ത് തന്നെ ആയിരിക്കണം എല്ലാ റൂംസും സെറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് അതിന് ഇന്റർ കണക്റ്റഡ് സ്യൂട്ട് എന്ന് പറയുന്നത്. പരസ്പര ബന്ധിതമായിട്ടുള്ള മേഖലകളാണ് എന്ത്, OT സ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് പ്രീ ഓപ്പറേഷൻ റൂം, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് റിക്കവറി റൂം. ഇതിനാണ് നമ്മൾ OT സ്യൂട്ട് എന്ന് പറയുന്നത്. OT റൂമുകള്, സ്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്ന റൂംസുകളെ തന്നെയാണ് കേട്ടോ. ഓക്കെ, അതിനോട്ട് ഓപ്പറേഷൻ തിയേറ്റർ റൂം, പ്രീ ഓപ്പറേഷൻ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, ദെൻ റിക്കവറി റൂം. അതൊരു ബോക്സിൽ ഒന്ന് വേണമെങ്കിൽ നമ്മൾ വരച്ച് എഴുതി വെച്ചോളൂ. മനസ്സിലായോ എന്താണ് OT സ്യൂട്ട് എന്ന് പറഞ്ഞത്? ക്ലിയർ ആണ്? ഓക്കെ, യെസ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്താണ് ഈ സോണിലെ ജനറൽ പ്രിൻസിപ്പിൾസ് നോക്കാം അല്ലെ. ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് അല്ലെ, പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. നോട്ട് ചെയ്യേണ്ടോന്നുകൂടി പറയണോ? OT സ്യൂട്ട് എന്ന് ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുക, അത് എന്താണെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു തന്നാണ് ടീച്ചർ. പ്രീ ഓപ്പറേഷൻ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, റിക്കവറി റൂം. പ്രീ ഓപ്പറേഷൻ റൂം,
ഓപ്പറേഷൻ തിയേറ്റർ, റിക്കവറി റൂം. ഇതെല്ലാം എന്താണ്? പരസ്പര ബന്ധിതമായിട്ടുള്ള റൂംസുകളാണ്. ഇതാണ് OT സ്യൂട്ട്സിന്റെ ആ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജനറൽ പ്രിൻസിപ്പിൾസ് ഇതൊക്കെയാണ്. Clean from dirty traffic. Flow within OT suite should be kept apart as best as possible. Spaces in the suite have to be arranged in such a way that while moving from one place to another, there should be a constant progression of cleanliness from entrance of OT suite to the operating room. Clean from dirty traffic. എന്താണ് clean from dirty traffic? Flow within the OT എന്ന് പറയുന്നത് അതായത് അനാവശ്യമായിട്ട് ഇവിടെ എന്ത് കൺട്രോൾ ചെയ്യണമെന്നാണ് പറയുന്നത്? ഓവർഫ്ലോ ഉണ്ടാവാൻ പാടില്ല. ഇതിന്റെ ഓവർഫ്ലോ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഡേർട്ടി ട്രാഫിക്കിനോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ജെംസ് ആണോ? ട്രാഫിക്കിന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ആളുകളുടെ ഫ്ലോ കൺട്രോൾ ചെയ്യണം അല്ലെ? ഒരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ എന്താണ് ഒരുപാട് പേഷ്യൻസും അല്ലാതെ മറ്റ് എന്താണ് എല്ലാ സ്റ്റാഫുകളും ഉൾപ്പെടുന്നത് അല്ലെ? പേഷ്യൻസ് മാത്രമല്ല, മറ്റൊരു ഹോസ്പിറ്റലാകുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അല്ലെ? യെസ്, തിരക്കുണ്ടായിരിക്കും അല്ലെ? അപ്പൊ ആളുകളുടെ ഫ്ലോ കൺട്രോൾ ചെയ്യണം. പ്രത്യേകിച്ച് OT സ്യൂട്ട്സിൽ എന്താണ് ഇൻഫെക്ഷൻസ് യാതൊരു വിധത്തിൽ നമുക്ക് അതിന്റെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് ഉണ്ടാകാൻ പാടുള്ളതല്ല അല്ലെ? അപ്പൊ എന്താണ് കഴിയാവുന്നിടത്തോളം എങ്ങനെയായിരിക്കണം ആ ഫ്ലോ കൺട്രോൾ ചെയ്യുക. ഒരിക്കലും എന്താണ് ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഭാഗത്തേക്ക് എന്താണ് ട്രാഫിക് ഉണ്ടാകാനായിട്ട്, ആളുകളെ തിരക്കുണ്ടാവാനായിട്ട് പാടില്ല. അപ്പൊ പ്രത്യേക രീതിയിൽ തന്നെ ആയിരിക്കണം എന്ത് ആ പാസേജ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ല, ഇപ്പൊ ഹോസ്പിറ്റലിലെ പ്രത്യേകിച്ച് ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുമ്പില് നമ്മളിപ്പോ അതിന്റെ കുറച്ച് നീങ്ങിയ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുകയാണെങ്കിൽ എന്താണ് അതെപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം അല്ലെ? എപ്പോഴും ഇങ്ങനെ സ്റ്റാഫുകൾ ക്ലീൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങള്? യെസ്, കാണാറുണ്ട്. ഇപ്പൊ നമ്മൾ കുറച്ച് പേരങ്ങ് പാസ് ചെയ്ത് പോയിട്ടുണ്ടോ, അപ്പൊ തന്നെ വന്നവര് അതിനനുസരിച്ചിട്ടുള്ള സാനിറ്റൈസ് ഒക്കെ ചെയ്ത് കൃത്യമായിട്ട് അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ്? യാതൊരു വിധത്തിലുള്ള ഇൻഫെക്ഷൻസും അതിന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ബാക്ടീരിയ ഫ്രീ ആക്കിക്കൊണ്ടിരിക്കാൻ അല്ലെ? കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ക്ലീനേഴ്സ് എൻട്രൻസിൽ നിന്ന് അല്ലെ, പ്രത്യേകിച്ച് ആ OTയുടെ എൻട്രൻസിന്റെ ഭാഗത്ത്, ആ പ്രവേശന കവാടത്തിന്റെ ഭാഗത്ത് എപ്പോഴും എന്തായിരിക്കും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ചില സമയത്ത് നമ്മൾ ആദ്യം അല്ലെ എന്താണ് ഇത് എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്തിരിക്കണം, എന്തിനോ ഒരു പ്രാവശ്യം ചെയ്താൽ മതി എന്ന് ആലോചിക്കില്ല. ആദ്യം ഇപ്പൊ നമുക്കറിയില്ലായിരുന്നു, പിന്നീട് കാര്യം മനസ്സിലാക്കിയപ്പോ എന്താണ് മനസ്സിലായില്ലേ? എന്താണ് യാതൊരു വിധത്തിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് എൻട്രൻസിന്റെ ഏരിയയിൽ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ ആദ്യം ചെയ്യേണ്ടത്? അടുത്ത ആ ഭാഗത്തേക്ക് ഒരു ട്രാഫിക് കുറയ്ക്കണം, ആളുകളുടെ തിരക്ക് അവിടെ കുറയ്ക്കണം അല്ലെ? കൺട്രോൾ ചെയ്യണം. ആരെയും തന്നെ എന്താണ് അതിലെ കൂടി ആ ഒരു പാസേജ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ പിന്നെന്താണ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ, ട്രാഫിക് ഉണ്ടെങ്കിൽ തന്നെ എന്താണ് ആ ഭാഗം എത്രയും പെട്ടെന്ന് നമ്മൾ കൃത്യമായിട്ട് തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. കഴിയാവുന്നിടത്തോളം എന്താണ് ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഓക്കെ, യെസ്, അതാണ് ഫസ്റ്റ് പോയിന്റ് വരുന്നത്. ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക് വിത്തിൻ ദ OT സ്യൂട്ട്. സെക്കൻഡ് എന്താ പറയുന്നത്? മനസ്സിലായോ? ആദ്യത്തെ പോയിന്റ് മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണ്. Then അടുത്തത് staff who are working the OT department should be able to move from one clean area to other without having to pass through unprotected areas. Staff who are working into the OT department should be able to move from one clean area to the other without having to pass through unprotected areas. ഇനി ഞാനെ കുറിച്ചാണ് പറയുന്നത്. OT ഡിപ്പാർട്ട്മെന്റ്സിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ കാര്യമാണ് പറയുന്നത് അല്ലെ? എന്താണ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കൂടി മാത്രമായിരിക്കണം എന്ത് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മാറുന്നത്. മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ക്ലീൻ ചെയ്ത ഭാഗത്തു നിന്ന് ക്ലീൻ ചെയ്ത
ക്ലീൻ ചെയ്ത ഏരിയ കൂടി, അതായത് പ്രൊട്ടക്ട് ആയിട്ടുള്ള ഒരു ഏരിയ കൂടി മാത്രമായിരിക്കണം ഓപ്പറേഷൻ തിയേറ്റേഴ്സിലെ സ്റ്റാഫുകൾ പ്രവേശിക്കാൻ പാടുള്ളൂ, പാസ് ചെയ്യാനായിട്ട് പാടുള്ളൂ അല്ലെ. ഒരിക്കൽ പോലും എന്താണ് അൺപ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കൂടി എന്താണ് പാസ് ചെയ്ത് പോകാനായിട്ട് പാടുള്ളതല്ല. എന്തുകൊണ്ടാണ് അൺപ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കൂടി പോകരുതെന്ന് പറയുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് പിടിപെട്ടേക്കാം അല്ലെ. അപ്പൊ അവര് പുറത്തു പോയി തിരിച്ചകത്തേക്ക് കയറുന്ന സമയത്ത് എന്താണ് അൺപ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കൂടി പോകുന്ന സമയത്ത് അവരിൽ എന്തെങ്കിലും തരത്തിലുള്ള അണുക്കൾ എന്തെങ്കിലും പിടിച്ചു പറ്റി അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ള എന്തെങ്കിലും അത് അവരുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിട്ട് വരാം അല്ലെ. അപ്പൊ അതേ സെയിം കണ്ടീഷനിലൂടെ അവർ അകത്ത് കയറിയാൽ എന്ത് സംഭവിക്കും? ആ സ്റ്റെറൈൽ ആയിട്ടുള്ള ഏരിയ, ആ നിമിത്തമായ ഏരിയ എന്താവും? പിന്നീട് എന്താണ് എന്തായി മാറുന്നു? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഒരിക്കലും എന്താണ് സ്റ്റാഫുകൾ പ്രത്യേകമായിട്ട് പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കൂടി മാത്രമേ മൂവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അൺപ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കൂടി അവര് മൂവ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അതായത് അവർക്ക് വേണ്ടി മാത്രമുള്ള പാസേജസ് ഉണ്ടാവും, സ്റ്റാഫുകൾക്ക് വേണ്ടി മാത്രമുള്ള പാസേജ് ഉണ്ട്. അപ്പൊ അതിൽ കൂടി മാത്രമായിരിക്കണം അവര് മൂവ് ചെയ്ത് പോവേണ്ടത്. ഓക്കെ, അൺപ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കൂടി പോകാനായിട്ട് പാടില്ല, എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ജനറൽ പ്രിൻസിപ്പിൾസ് എല്ലാ സ്റ്റാഫുകളും തന്നെ എന്താണ് അംഗീകരിക്കേണ്ടതാണ് അല്ലെ. അതിനനുസരിച്ച് വേണം അവിടെ പ്രവർത്തിക്കാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് പോയിന്റ് എന്താണ്? Soiled materials and waste have to be eliminated from the operating rooms without passing through clean areas. Soiled materials and waste have to be eliminated from the operating rooms without passing through clean areas. എന്താണ് soiled materials എന്ന് പറയുന്നത്? Soiled materials, എന്തായിരിക്കാം? വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലെ. വേസ്റ്റ് ആണ് നമ്മൾ സോയിൽഡ് മെറ്റീരിയൽസ് എന്നല്ലേ. വേസ്റ്റ് മെറ്റീരിയൽസ് എങ്ങനെയായിരിക്കണം എലിമിനേറ്റ് ചെയ്യേണ്ടത്? എങ്ങനെയായിരിക്കണം? അതായത് വേസ്റ്റ് കളയാനുള്ള പ്രത്യേക പാസേജ് ഉണ്ടായിരിക്കും അല്ലെ. വേസ്റ്റസ് കളയുന്നതിനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പാസേജ് ഉണ്ട്. അതിൽ കൂടി മാത്രമായിരിക്കണം എന്ത് വേസ്റ്റസുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഒരിക്കലും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഏരിയാസിൽ കൂടി ഇത്തരത്തിലുള്ള വേസ്റ്റ്, സോയിൽ വേസ്റ്റുകൾ, സ്പില്ലേജ് വേസ്റ്റസുകൾ ഒന്നും തന്നെ കൊണ്ടുപോകാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, അപ്പൊ അതിന് വേസ്റ്റ് മെറ്റീരിയൽസ് കളയാനുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേ ഉണ്ടായിരിക്കും. അതിൽ കൂടി മാത്രമായിരിക്കണം സോയിൽ വേസ്റ്റുകൾ കളയേണ്ടത്. ഓക്കെ, ഒരിക്കലും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ കൂടി എന്ത് കൊണ്ടുപോകാൻ പാടില്ല, അല്ലെങ്കിൽ ക്ലീൻഡ് ആയിട്ടുള്ള ഏരിയാസിൽ കൂടി ഒരിക്കലും വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ സോൾട്ട് മെറ്റീരിയൽസ് കൊണ്ടുപോകാനായിട്ട് പാടുന്നില്ല. ഓക്കെ, മനസ്സിലായോ തേർഡ് പോയിന്റ്? യെസ്. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ലല്ലേ, അതെടുക്ക് മറന്നു പോട്ടെ നമ്മള്. അങ്ങനെ തന്നെ എഴുതിയെടുക്കണം എന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം അതുപോലെ ഒന്ന് ഷോർട്ട് നോട്ട് പോലെ എഴുതിയെടുത്താലും മതി കേട്ടോ. ടെക്സ്റ്റ് കിട്ടുന്ന വരെയല്ലേ, കുഴപ്പമില്ല കേട്ടോ. യെസ്. ഇനി ഫോർത്ത് പോയിന്റ് എന്താണ്? OT ventilation should be free of air movement of the rest of the hospital. Hence, the direction of airflow within the OT suite should be from cleaner to less clean areas. OT ventilation എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്? OT ventilation should be free of air movement of the rest of the hospital. Hence, the direction of airflow within the OT suite should be from cleaner to less clean areas. എങ്ങനെയായിരിക്കും OT ventilation സെറ്റ് ചെയ്യേണ്ടത്? ഫ്രീ എയർ ഓഫ് മൂവ്മെന്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതെന്താ പറയുന്നത്? അതായത് ഓപ്പറേഷൻ തിയേറ്റേഴ്സിന് വേണ്ടി തന്നെ എന്താണ് ഒരു പ്രത്യേകമായിട്ടൊരു വെന്റിലേഷൻ സംവിധാനം ഉണ്ടായിരിക്കണം. അതായത് എങ്ങനെയുള്ള സംവിധാനമായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്? The direction of airflow within the OT suite should be cleaner to less clean area. എങ്ങനെയായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്? ചോദിക്കട്ടെ, എന്തിനാണ് നമ്മൾ വെന്റിലേഷൻ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? അതായത് വായുവിലൂടെ പകർന്ന യാതൊരു വിധത്തിലുള്ള അണുക്കൾ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കേണ്ടത് അല്ലെ. എയർബോൺ പതോജൻസുകൾ അല്ലെ,
വായുവിലൂടെ പകരുന്ന അണുക്കൾ ഉണ്ടാവും അല്ലെ. അതൊരിക്കലും എന്താണ് തിയേറ്റേഴ്സിന്റെ അകത്ത് പ്രവേശിക്കാനായിട്ട് പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് സെറ്റ് ചെയ്യുന്നത്, വെന്റിലേഷൻ സൗകര്യം സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയായിരിക്കണം അവിടുത്തെ എയർ ഫ്ലോ ചെയ്യേണ്ടത്, ക്ലീൻ ചെയ്ത ഭാഗത്ത് നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്കായിരിക്കണം എന്ത് എയർ ഫ്ലോ സെറ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാണ്, ക്ലീനർ ടു ലെസ് ക്ലീൻ ഏരിയാസ്, ക്ലീൻ ചെയ്ത ഭാഗത്ത് നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്കായിരിക്കണം എന്ന രീതിയിലായിരിക്കണം അവിടുത്തെ എയർ ഫ്ലോ വെന്റിലേഷൻ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ്, ഫ്രം ക്ലീനർ ടു ലെസ് ക്ലീൻ ഏരിയാസ്, ഫ്രം ക്ലീനർ ടു ലെസ് ക്ലീൻ ഏരിയ. ഔട്ട്ഡോർ വെന്റിലേഷൻ വ്യക്തമായിട്ട് തിയേറ്ററിന് മാത്രമായിട്ടൊരു വെന്റിലേഷൻ സൗകര്യം ഉണ്ടായിരിക്കണം. അതെങ്ങനെയായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്, ക്ലീൻ ചെയ്ത ഭാഗത്ത് നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്കായിരിക്കണം എന്താ എയർ ഫ്ലോ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്, വായുവിലൂടെ വരുന്ന മറ്റണുക്കളിൽ നിന്നും പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വെന്റിലേഷൻ സൗകര്യം ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ വച്ചിരിക്കുന്നത്. ഓക്കെ, then fifth point പറയൂ, നോക്കൂ എന്താണ്, therefore the whole OT suite is designed on the concept of 4 zones. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അല്ലെ ഈ ജനറൽ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് എന്താണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസസ് ഉണ്ട് അല്ലെ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഏരിയ ആയതുകൊണ്ട് തന്നെയാണ് അതിനെ 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യാതൊരു മെയിൻ ആയിട്ട് എന്താണ് ഇൻഫെക്ഷൻസ് ഒന്നും തന്നെ അതിന്റെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചിത്രീകരിച്ചിരിക്കുന്നത്, അതിനെ സോൺസ് ആയിട്ട് ഫോർമാറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. പല ഏരിയ ആയിട്ട്, പ്രത്യേകിച്ച് 4 ഏരിയ ആയിട്ടായിട്ട് അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ ഏരിയാസ് ആണ്, പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ, ഡിസ്പോസൽ സോൺ. ഓരോ സോൺസ് പഠിക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് ആ സോണിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സോൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാവും. ഓക്കെ, യെസ്, ജനറൽ പ്രിൻസിപ്പിൾസ് ഒന്നുകൂടി ഒന്ന് നോക്കിയേ. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്, ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ എന്താ പറഞ്ഞത്, ക്ലീൻ ഫ്രം ഡേർട്ടി ട്രാഫിക് അല്ലെ, ആളുകളുടെ ഫ്ലോ കൺട്രോൾ ചെയ്യണമെന്നാണ് പറയുന്നത് അല്ലെ. ഓട്ടി എൻട്രൻസിന്റെ ഭാഗത്ത് എന്താണ് ആളുകളുടെ ഫ്ലോ കൺട്രോൾ ചെയ്യണം. ആ ഭാഗം എപ്പോഴും എങ്ങനെയായിരിക്കണം, ഓട്ടി എൻട്രൻസ് എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. കഴിയാവുന്നിടത്തോളം എങ്ങനെയായിരിക്കണം അത്, ആ ഓട്ടി സ്യൂട്ടിന്റെ എൻട്രൻസ് എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ക്ലീൻ ചെയ്ത് ഇൻഫെക്ഷൻസ് എന്താണ് കുറയ്ക്കേണ്ടതാണ്. സെക്കൻഡ് എന്താണ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എങ്ങനെയായിരിക്കണം എന്നാണ് മൂവ് ചെയ്യണമെന്ന് പറയുന്നത്, പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കൂടി മാത്രമായിരിക്കണം സ്റ്റാഫുകൾ മൂവ് ചെയ്യേണ്ടത്. ഓട്ടി ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി, സ്റ്റാഫുകൾ എങ്ങനെയായിരിക്കണം, should be able to move from one clean area to other without having to pass through unprotected areas. ഒരിക്കലും എന്താണ് അവര് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ കൂടി പ്രവേശിക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പാസേജുകൾ ഉണ്ടായിരിക്കും. അതിൽ കൂടി മാത്രമായിരിക്കണം ഓട്ടി സ്റ്റാഫുകൾ പ്രവേശിക്കേണ്ടത്. ഓക്കെ, ഇനി വേസ്റ്റ് മെറ്റീരിയൽസ് എങ്ങനെയായിരിക്കണം കൊണ്ടുപോകേണ്ടത്, സോയിൽ മെറ്റീരിയൽസ് ആൻഡ് വേസ്റ്റ് ഹാവ് ടു ബി eliminated from the operating rooms without passing through clean areas. എന്താണ്, വേസ്റ്റ് മെറ്റീരിയൽസ് കളയാനായിട്ട് പ്രത്യേകമായിട്ടുള്ള പാസേജ് ഉണ്ടായിരിക്കണം. അപ്പൊ അതിൽ കൂടി മാത്രമായിരിക്കും അത് കളയുന്നത്. ഒരിക്കലും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഏരിയാസിൽ കൂടി എന്താണ്, പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കൂടി വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുപോകാനായിട്ട് പാടില്ല. അതിന് പ്രത്യേകമായിട്ടുള്ള പാസേജസ് ഉണ്ടാകും. അതിൽ കൂടി മാത്രമായിരിക്കും അത് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ഓട്ടി വെന്റിലേഷൻ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്, OT ventilation should be free of the air movement of the rest of the hospital. From എങ്ങനെയാണ്, OT should be from cleaner to less clean area. OT ventilation എങ്ങനെയായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്, from cleaner to less clean areas. അവിടുത്തെ എയർ ഫ്ലോ എങ്ങനെയായിരിക്കണം, ക്ലീൻ ചെയ്ത ഭാഗത്ത് നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്കായിരിക്കണം OT ventilation എയർ ഫ്ലോ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, OT സ്യൂട്ടിന് നമ്മൾ 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, protective zone, clean zone, sterile zone, disposal zone. ഓക്കെ, ഓരോ സോൺസിലും ഓരോ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഈ ജനറൽ പ്രിൻസിപ്പിൾസ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? 4 പ്രിൻസിപ്പിൾസും ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ, ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, പെട്ടെന്ന് വായിച്ചു നോക്കിയേ.
ഓക്കെ, നമുക്കിനി പ്രൊട്ടക്റ്റീവ് സോണിൽ ഏതൊക്കെയാ വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ബാക്കി അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓരോ സോൺസിലും ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ സോണിൽ എന്താ വരുന്നത്? പ്രൊട്ടക്റ്റീവ് സോണിലാണ് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഏതൊക്കെ ഏരിയാസ് ആണ് നോക്കാം. ഒന്ന് റിസപ്ഷൻ ഏരിയ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്. റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ് ഒക്കെ എവിടെയാണ് വരുന്നത്? പ്രൊട്ടക്റ്റീവ് സോണിലാണ്. പ്രധാനമായ റിസപ്ഷൻ ഏരിയ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സിലേക്ക് ഇരിക്കാനുള്ള പ്രത്യേക ഏരിയാസ് വരുന്നത് പ്രൊട്ടക്റ്റീവ് സോണിലായിരിക്കും. ദെൻ ചേഞ്ചിങ് റൂം. ചേഞ്ചിങ് റൂം എന്ന് പറയുമ്പോൾ എന്താണ്? ഡ്രസ് ചേഞ്ചിങ് ഒക്കെ വരുന്നതൊക്കെ ഇവിടെ ആയിരിക്കും, പ്രൊട്ടക്റ്റീവ് സോണിലായിരിക്കുള്ളൂ. ദെൻ പ്രീ അനസ്തേഷ്യ റൂം. പ്രീ അനസ്തേഷ്യ എന്തിനാണ്? പ്രീ അനസ്തേഷ്യ റൂം എന്ന് പറയുന്നത് എന്താണ്? പ്രീ അനസ്തേഷ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രീ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ എന്ത് റൂമാണത്? സർജറിക്ക് മുൻപ് അല്ലെ? സർജറിക്ക് മുൻപ് നമ്മൾ പ്രീ അനസ്തേഷ്യ റൂം ഉണ്ടായിരിക്കും അല്ലെ? പേഷ്യന്റിന് അവിടെ ആയിരിക്കും കിടക്കുന്നത്. അത് ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? പ്രീ അനസ്തേഷ്യ റൂം. യെസ്, അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ് അല്ലെ? പ്രൊട്ടക്റ്റീവ് സോണിലാണ് പ്രീ അനസ്തേഷ്യ റൂം ഉൾപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ദെൻ സ്റ്റോർസ് ആൻഡ് റെക്കോർഡ്സ്. സ്റ്റോർസ് ആൻഡ് റെക്കോർഡ്സ് അതായത് പേഷ്യൻസിന്റെ എല്ലാ മെഡിക്കൽ ഡീറ്റെയിൽസും റെക്കോർഡ്സ് ഒക്കെ ഇതിലായിരിക്കും? പ്രൊട്ടക്റ്റീവ് സോൺ ഏരിയയിലായിരിക്കും ഉണ്ടായിരിക്കുക. സ്റ്റോർസ് ആൻഡ് റെക്കോർഡ്സ് അതായത് മെഡിക്കൽ റെക്കോർഡ്സ്, പേഷ്യന്റിന്റെ എല്ലാ ഡീറ്റെയിൽസ് അടങ്ങിയ എല്ലാ മെഡിക്കൽ റെക്കോർഡ്സും സ്റ്റോർ ചെയ്തിരിക്കുന്ന എവിടെയാണ്? പ്രൊട്ടക്റ്റീവ് സോണിലായിരിക്കും. ഓക്കെ, ഈ ഒരു ഏരിയ മാത്രം നമുക്കൊന്ന് പറയാം കേട്ടോ, ബാക്കി നെക്സ്റ്റ് ക്ലാസ് പറയാം. ദെൻ ഓട്ടോക്ലേവ്, DSSU. ഓട്ടോക്ലേവ് കേട്ടിട്ടുണ്ടോ? ഓട്ടോക്ലേവ് മെഷീൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഓട്ടോക്ലേവ്, DSSU. ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് ഒരു ജേം ഫ്രീ ആക്കുന്നതിനുള്ള ഡിവൈസ് ആണ് അല്ലെ? ക്ലീൻ ചെയ്യുന്നതിനുള്ള ഡിവൈസസ് ആണ് എന്ത്? ഓട്ടോക്ലേവ് മെഷീൻ എന്ന് പറയുന്നത്. അത് ജേം ഫ്രീ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? ഓട്ടോക്ലേവ്. അണുവിമുക്തമാക്കുന്ന ഒരു ഡിവൈസ് ആണ്, ഉപകരണമാണ് കേട്ടോ. സ്റ്റെറിലൈസേഷൻ എക്യുപ്മെന്റ് ആണ് എന്ത്? ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. അപ്പൊ ഓട്ടോക്ലേവ് DSSU എന്ന് പറഞ്ഞാൽ എന്താണ്? T ഫോർ തിയേറ്റർ, S ഫോർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് അല്ലെ? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് ആ ഇത്തരത്തിലുള്ള ആ ഏരിയാസിനെ ക്ലീൻ ചെയ്യുന്നതിനുള്ള ഒരു ഉപകരണമാണ് എന്ത്? ഓട്ടോക്ലേവ് മെഷീൻ എന്ന് പറയുന്നത്. തിയേറ്റർ നോട്ട് ചെയ്തോളൂ. തിയേറ്റർ സ്റ്റെറൈൽ, തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ SUPPLY സപ്ലൈ യൂണിറ്റ്. തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്, DSSU. Yes. നോട്ട് ചെയ്തോ? DSSU എന്താണ്? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. ഓക്കെ, അപ്പൊ തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്താ? ജേം ഫ്രീ ആക്കുന്നതിനുള്ള ഡിവൈസസ് ആണ് എന്ത്? ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. സ്റ്റെറിലൈസേഷൻ പ്രോസസ് നടത്തുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? ഓട്ടോക്ലേവ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? ട്രോളി ബേ. അപ്പൊ ഓട്ടോക്ലേവ് ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? എക്സാമിന് എങ്ങനെയായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. ഓട്ടോക്ലേവ് ഏത് സോണിലാണ്? പ്രൊട്ടക്റ്റീവ് സോണിൽ ഉൾപ്പെടുന്നതാണ്. നമ്മൾ പ്രൊട്ടക്റ്റീവ് സോണിന്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ട്രോളി ബേ. ട്രോളി ബേ എന്തിനാണ് പ്രൊട്ടക്റ്റീവ് സോണില്? ട്രോളി ബേ മെഡിക്കൽ ട്രോളികൾ എന്തിനാണ്? മെഡിക്കൽ ട്രോളികൾ എന്തിനാണ്? എന്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ ട്രോളീസ് ഉപയോഗിക്കുന്നത്? ട്രോളി ബേ. ട്രോളി കണ്ടിട്ടില്ലേ നിങ്ങള്? അറിയാലോ. പേഷ്യൻസിന്റെ ഫയൽസ്, അതുപോലെ തന്നെ പേഷ്യൻസിന് ആവശ്യമായിട്ട്
മറ്റ് എക്യുപ്മെന്റ്സുകൾ, ചെറിയ ചെറിയ ഡിവൈസസ്, ബെഡ്ഷീറ്റ്സുകൾ, ദെൻ മറ്റെല്ലാ സാധനങ്ങളും കൊണ്ടുപോകുന്ന അല്ലെ, യെസ്, ആ പ്രൊഡക്ട്സുകൾ, മറ്റെല്ലാ സാധനങ്ങളും കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു എന്താണ്, ഒരു ചെറിയൊരു എക്യുപ്മെന്റ് ആണ്, ഒരു ഉപകരണമാണല്ലേ ട്രോളി ബാഗ്. തള്ളി കൊണ്ടുപോകാനായിട്ട് ട്രോളി കണ്ടിട്ടില്ല, അത് തന്നെ സംഭവം. ഓക്കെ, അത് എവിടെ ഉണ്ടായിരിക്കും? എപ്പോഴും പ്രൊട്ടക്റ്റീവ് സോണിൽ ഉണ്ടായിരിക്കും. ഓക്കെ, എപ്പോഴാണ് എന്തെങ്കിലും മെഡിക്കൽ ട്രോളികൾ ആവശ്യമായി വരുന്ന സമയത്ത് ഉടനടി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രോളി ബേസ് അവിടെ അവൈലബിൾ ആയിരിക്കും. കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി കൺട്രോൾ ഏരിയാസ് വരുന്നത് എവിടെയായിരിക്കും? പ്രൊട്ടക്റ്റീവ് സോണിലായിരിക്കും ഇലക്ട്രിസിറ്റി ഏരിയ. വൈദ്യുതിപരമായിട്ടുള്ള, അതായത് വൈദ്യുതി കൺട്രോളൊക്കെ എല്ലാ കാര്യങ്ങളും വരുന്നത് എവിടെയായിരിക്കും? കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി വരുന്നതും പ്രൊട്ടക്റ്റീവ് സോണിലാണ് കേട്ടോ. പ്രൊട്ടക്റ്റീവ് സോണിൽ എന്തൊക്കെ വരുന്നുണ്ട്? റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്, ചേഞ്ചിങ് റൂം വരുന്നുണ്ട്, പ്രീ അനസ്തേഷ്യ റൂം വരുന്നുണ്ട്, സ്റ്റോർസ് റെക്കോർഡ് വരുന്നുണ്ട്, ഓട്ടോക്ലേവ് TSSU, ട്രോളി ബേ ആൻഡ് കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. പ്രൊട്ടക്റ്റീവ് സോണിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇത് ക്ലിയർ ആണോ? പ്രൊട്ടക്റ്റീവ് സോണിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് ക്ലിയർ ആണോ? ഓക്കെ, യെസ്, ക്ലിയർ ആണ്. ഞാൻ ക്ലാസ് എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ശരി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അല്ല, എല്ലാം ക്ലിയർ ആണെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ ഇന്ന് ഏതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? TSSU, തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. ഓക്കെ, യെസ്, യെസ്. ഈച്ച് ഓപ്പറേറ്റിംഗ് റൂം വേരിയസ് ഡിപ്പെൻഡിങ് ഓൺ ടൈപ്പ് ഓഫ് സർജറി. ഓരോ സർജറിയുടെ അനുസരിച്ചിട്ട് എന്താണ് തിയേറ്റേഴ്സിൽ എന്താണ് അതിന്റെ സംവിധാനങ്ങൾ അനുസരിച്ച് ഓരോ എക്യുപ്മെന്റ്സും മറ്റു കാര്യങ്ങളൊക്കെ എന്താണ് ഒരു സർജറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അത് ഉണ്ടായിരിക്കുക. ഓക്കെ, ആ ഭാഗങ്ങൾ ഏതെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് അല്ലെങ്കിൽ സോൺസ്. OT സ്യൂട്ട് എന്താണെന്ന് പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടോ? OT സ്യൂട്ട് എന്ന് പറഞ്ഞ എന്താണ്? OT suits are interconnected rooms. OT suits are interconnected rooms. പരസ്പര ബന്ധമായിട്ടുള്ള ഏരിയാസ് മേഖലകളാണ് നമ്മൾ എന്ത് പറയുന്നത്? OT suits എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. എന്തിനു വേണ്ടിയിട്ടാണ് OT സ്യൂട്ടുകൾ ഇന്റർകണക്ട് ചെയ്തിരിക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് ഇൻഫെക്ഷൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? ഇൻഫെക്ഷൻസ് കുറയ്ക്കുന്നതിന് വേണ്ടി റെഡ്യൂസ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് OT സ്യൂട്ട്സുകൾ ഇന്റർകണക്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ പ്രിൻസിപ്പിൾസ് എല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ, ഓക്കെ. 4 സോൺസ്. ഏതൊക്കെ സോണുകളാണ് നമ്മൾ പറഞ്ഞത്? സോണുകളുടെ പേരുകൾ മാത്രം ഒന്ന് പറഞ്ഞേ. ഏതൊക്കെ സോണുകളാണ്? പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, sterile zone, disposal zone. Protective, clean, sterile and disposal zone. Okay. Okay ആണോ പിള്ളേരെ? യെസ്, ഓക്കെ. ഒരു സംശയം ഒന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ഉള്ളവർ 1, 2, 3 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.